സംഖ്യാപുസ്തകം അദ്ധ്യായം 26. ബാധ കഴിഞ്ഞ് യഹോവ മോശെയോടും പുരോഹിതനായ അഹരോന്റെ മകൻ എലെയാസാരിനോടും യിസ്രായേൽ മക്കളുടെ സർവ്വസഭയെയും 20 വയസ്സുമുതൽ മുകളിലേക്ക് യുദ്ധത്തിന് പ്രാപ്തിയുള്ള എല്ലാവരെയും ഗോത്രം ഗോത്രമായി എണ്ണി സംഖ്യ എടുക്കുവിൻ എന്ന് കല്പിച്ചു. അങ്ങനെ മോശെയും പുരോഹിതനായ എലെയാസാരും യെരിഹോവിന്റെ സമീപത്ത് യോർദ്ദാനരികെയുള്ള മോവാബ് സമഭൂമിയിൽവെച്ച് അവരോട്, യഹോവ മോശെയോടും ഈജിപ്റ്റിൽ നിന്ന് പുറപ്പെട്ട യിസ്രായേൽ മക്കളോടും കല്പിച്ചതുപോലെ 20 വയസ്സുമുതൽ മുകളിലേക്ക് ഉള്ളവരുടെ സംഖ്യ എടുക്കുവിൻ എന്ന് പറഞ്ഞു. യിസ്രായേലിന്റെ ആദ്യജാതൻ രൂബേൻ. രൂബേന്റെ പുത്രന്മാർ ഹനോക്കിൽ നിന്ന് ഹനോക്യ കുടുംബം, പല്ലുവിൽ നിന്ന് പല്ലൂവ്യ കുടുംബം, ഹെസ്രോനിൽ നിന്ന് ഹെസ്രോന്യ കുടുംബം, കർമ്മിയിൽ നിന്ന് കർമ്മ്യ കുടുംബം. ഇവയാകുന്നു രൂബേന്യ കുടുംബങ്ങൾ. അവരിൽ എണ്ണപ്പെട്ടവർ 43,730 പേർ. പല്ലുവിന്റെ പുത്രന്മാർ എലീയാബ്. എലീയാബിന്റെ പുത്രന്മാർ നെമൂവേൽ, ദാഥാൻ, അബീരാം. യഹോവയ്ക്ക് വിരോധമായി കലഹിച്ചപ്പോൾ കോരഹിന്റെ കൂട്ടത്തിൽ മോശെക്കും അഹരോനും വിരോധമായി കലഹിച്ച സംഘപ്രമാണിമാരായ ദാഥാനും അബീരാമും ഇവർ തന്നെ. ഭൂമി വായ് തുറന്ന് അവരെയും കോരഹിനെയും വിഴുങ്ങിക്കളയുകയും തീ 250 പേരെ ദഹിപ്പിക്കുകയും ചെയ്ത സമയം ആ കൂട്ടം മരിച്ചു. അവർ ഒരു അടയാളമായി തീർന്നു. എന്നാൽ കോരഹിന്റെ പുത്രന്മാർ മരിച്ചില്ല. ശിമെയോന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ഇവരാണ്: നെമൂവേലിൽ നിന്ന് നെമൂവേല്യ കുടുംബം, യാമീനിൽ നിന്ന് യാമീന്യ കുടുംബം, യാക്കീനിൽ നിന്ന് യാക്കീന്യ കുടുംബം, സേരഹിൽ നിന്ന് സേരഹ്യ കുടുംബം, ശവ്വൂലിൽ നിന്ന് ശവ്വൂല്യ കുടുംബം. ശിമെയോന്യ കുടുംബങ്ങളായ ഇവർ 22,200 പേർ. ഗാദിന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ഇവരാണ്: സെഫോനിൽ നിന്ന് സെഫോന്യ കുടുംബം, ഹഗ്ഗിയിൽ നിന്ന് ഹഗ്ഗീയ കുടുംബം, ശൂനിയിൽ നിന്ന് ശൂനീയ കുടുംബം, ഒസ്നിയിൽ നിന്ന് ഒസ്നീയ കുടുംബം, ഏരിയിൽ നിന്ന് ഏര്യ കുടുംബം, അരോദിൽ നിന്ന് അരോദ്യ കുടുംബം, അരേലിയിൽ നിന്ന് അരേല്യ കുടുംബം. അവരിൽ എണ്ണപ്പെട്ടവരായി ഗാദ് പുത്രന്മാരുടെ കുടുംബങ്ങളായ ഇവർ 40,500 പേർ. യെഹൂദയുടെ പുത്രന്മാർ ഏരും ഓനാനും ആയിരുന്നു. ഏരും ഓനാനും കനാൻ ദേശത്തുവെച്ച് മരിച്ചുപോയി. യെഹൂദയുടെ പുത്രന്മാർ കുടുംബം കുടുംബമായി ഇവരാണ്: ശേലയിൽ നിന്ന് ശേലാന്യ കുടുംബം, പെരേസിൽ നിന്ന് പെരേസ്യ കുടുംബം, സേരഹിൽ നിന്ന് സേരഹ്യ കുടുംബം. പെരേസിന്റെ പുത്രന്മാർ ഹെസ്രോനിൽ നിന്ന് ഹെസ്രോന്യ കുടുംബം, ഹാമൂലിൽ നിന്ന് ഹാമൂല്യ കുടുംബം. അവരിൽ എണ്ണപ്പെട്ടവരായി യെഹൂദാ കുടുംബങ്ങളായ ഇവർ 76,500 പേർ. യിസ്സാഖാരിന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ഇവരാണ്: തോലാവിൽ നിന്ന് തോലാവ്യ കുടുംബം, പൂവയിൽ നിന്ന് പൂവ്യ കുടുംബം, യാശൂബിൽ നിന്ന് യാശൂബ്യ കുടുംബം, ശിമ്രോനിൽ നിന്ന് ശിമ്രോന്യ കുടുംബം. അവരിൽ എണ്ണപ്പെട്ടവരായി യിസ്സാഖാർ കുടുംബങ്ങളായ ഇവർ 64,300 പേർ. സെബൂലൂന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ഇവരാണ്: സേരദിൽ നിന്ന് സേരദ്യ കുടുംബം, ഏലോനിൽ നിന്ന് ഏലോന്യ കുടുംബം, യഹ്ലേലിൽ നിന്ന് യഹ്ലേല്യ കുടുംബം. അവരിൽ എണ്ണപ്പെട്ടവരായി സെബൂലൂന്യ കുടുംബങ്ങളായ ഇവർ 60,500 പേർ. യോസേഫിന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ഇവരാണ്: മനശ്ശെയും എഫ്രേമും. മനശ്ശെയുടെ പുത്രന്മാർ മാഖീരിൽ നിന്ന് മാഖീര്യ കുടുംബം, മാഖീരിന്റെ പുത്രൻ ഗിലെയാദ്. ഗിലെയാദിൽ നിന്ന് ഗിലെയാദ്യ കുടുംബം. ഗിലെയാദിന്റെ പുത്രന്മാർ ഇവരാണ്: ഇയ്യേസേരിൽ നിന്ന് ഇയ്യേസേര്യ കുടുംബം, ഹേലെക്കിൽ നിന്ന് ഹേലെക്യ കുടുംബം, അസ്രീയേലിൽ നിന്ന് അസ്രീയേല്യ കുടുംബം, ശെഖേമിൽ നിന്ന് ശെഖേമ്യ കുടുംബം, ശെമീദാവിൽ നിന്ന് ശെമീദാവ്യ കുടുംബം, ഹേഫേരിൽ നിന്ന് ഹേഫേര്യ കുടുംബം. ഹേഫേരിന്റെ മകനായ സെലോഫെഹാദിന് പുത്രിമാർ അല്ലാതെ പുത്രന്മാർ ഉണ്ടായിരുന്നില്ല. സെലോഫഹാദിന്റെ പുത്രിമാർ മഹ്ല, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ എന്നിവരായിരുന്നു. അവരിൽ എണ്ണപ്പെട്ടവരായി മനശ്ശെ കുടുംബങ്ങളായ ഇവർ 52,700 പേർ. എഫ്രേമിന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ഇവരാണ്: ശൂദേലാഹിൽ നിന്ന് ശൂദേലാഹ്യ കുടുംബം, ബേഖേരിൽ നിന്ന് ബേഖേര്യ കുടുംബം, തഹനിൽ നിന്ന് തഹന്യ കുടുംബം. ശൂദേലാഹിന്റെ പുത്രന്മാർ ഇവരാണ്: ഏരാനിൽ നിന്ന് ഏരാന്യ കുടുംബം. അവരിൽ എണ്ണപ്പെട്ടവരായി
എഫ്രേമ്യ കുടുംബങ്ങളായ ഇവർ 32,500 പേർ. ഇവർ കുടുംബം കുടുംബമായി യോസേഫിന്റെ പുത്രന്മാർ. ബെന്യാമീന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ഇവരാണ്: ബേലയിൽ നിന്ന് ബേലവ്യ കുടുംബം, അശ്ബേലിൽ നിന്ന് അശ്ബേല്യ കുടുംബം, അഹീരാമിൽ നിന്ന് അഹീരാമ്യ കുടുംബം, ശെഫൂമിൽ നിന്ന് ശെഫൂമ്യ കുടുംബം, ഹുഫാമിൽ നിന്ന് ഹുഫാമ്യ കുടുംബം. ബേലിയുടെ പുത്രന്മാർ അർദും നാമാനും ആയിരുന്നു. അർദിൽ നിന്ന് അർദ്യ കുടുംബവും നാമാനിൽ നിന്ന് നാമാന്യ കുടുംബം. ഇവർ കുടുംബം കുടുംബമായി ബെന്യാമീന്റെ പുത്രന്മാർ. അവരിൽ എണ്ണപ്പെട്ടവർ 45,600 പേർ. ദാന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ഇവരാണ്: ശൂഹാമിൽ നിന്ന് ശൂഹാമ്യ കുടുംബം. ഇവർ കുടുംബം കുടുംബമായി ധാന്യ കുടുംബങ്ങൾ ആകുന്നു. ശൂഹാമ്യ കുടുംബങ്ങളിൽ എണ്ണപ്പെട്ടവർ എല്ലാം കൂടി 64,400 പേർ. ആശേരിന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ഇവരാണ്: ഇമ്നയിൽ നിന്ന് ഇമ്നീയ കുടുംബം, ഇശ്വിയിൽ നിന്ന് ഇശ്വീയ കുടുംബം, ബെരീയാവിൽ നിന്ന് ബെരീയാവ്യ കുടുംബം. ബെരീയാവിന്റെ പുത്രന്മാരുടെ കുടുംബങ്ങൾ ആരെന്നാൽ: ഹേബെരിൽ നിന്ന് ഹേബേര്യ കുടുംബം, മൽക്കീയേലിൽ നിന്ന് മൽക്കീയേല്യ കുടുംബം. ആശേരിന്റെ പുത്രിക്ക് സാറാ എന്നു പേർ. ഇവർ ആശേർ പുത്രന്മാരുടെ കുടുംബങ്ങൾ. അവരിൽ എണ്ണപ്പെട്ടവർ 53,400 പേർ. നഫ്താലിയുടെ പുത്രന്മാർ കുടുംബം കുടുംബമായി ഇവരാണ്: യഹ്സേലിൽ നിന്ന് യസ്ഹേല്യ കുടുംബം, ഗൂനിയിൽ നിന്ന് ഗൂന്യ കുടുംബം, ഏസെരിൽ നിന്ന് ഏസെര്യ കുടുംബം, ശില്ലേമിൽ നിന്ന് ശില്ലോമ്യ കുടുംബം. ഇവർ കുടുംബം കുടുംബമായി നഫ്താലി കുടുംബങ്ങൾ ആകുന്നു. അവരിൽ എണ്ണപ്പെട്ടവർ 45,400 പേർ. ഇസ്രായേൽ മക്കളിൽ എണ്ണപ്പെട്ട ഇവർ 6,01,730 പേർ. പിന്നെ യഹോവ മോശെയോട് അരുളിച്ചെയ്തത്: ഇവർക്ക് അംഗസംഖ്യ അനുസരിച്ച് ദേശത്തെ അവകാശമായി വിഭാഗിച്ചു കൊടുക്കണം. അംഗങ്ങൾ ഏറെയുള്ളവർക്ക് അവകാശം ഏറെയും കുറവുള്ളവർക്ക് അവകാശം കുറച്ചും കൊടുക്കണം. ഓരോരുത്തന് അവനവന്റെ അംഗസംഖ്യ അനുസരിച്ച് അവകാശം കൊടുക്കണം. ദേശത്തെ ചീട്ടിട്ട് വിഭാഗിക്കണം. അതത് പിതൃഗോത്രത്തിന്റെ പേരിനൊത്തവണ്ണം അവർക്ക് അവകാശം ലഭിക്കണം. അംഗങ്ങൾ ഏറെയുള്ളവർക്കും കുറവുള്ളവർക്കും അവകാശം ചീട്ടിട്ട് വിഭാഗിക്കണം. ലേവ്യരിൽ എണ്ണപ്പെട്ടവർ കുടുംബം കുടുംബമായി ഇവരാണ്: ഗെർശോനിൽ നിന്ന് ഗെർശോന്യ കുടുംബം, കെഹാത്തിൽ നിന്ന് കെഹാത്യ കുടുംബം, മെരാരിയിൽ നിന്ന് മെരാര്യ കുടുംബം. ലേവ്യ കുടുംബങ്ങൾ ഇതാണ്: ലിബ്നീയ കുടുംബം, ഹെബ്രോന്യ കുടുംബം, മഹ്ലിയ കുടുംബം, മൂശ്യ കുടുംബം, കോരഹ്യ കുടുംബം. കെഹാത്തിന്റെ പുത്രൻ അമ്രാം. അമ്രാമിന്റെ ഭാര്യയ്ക്ക് യോക്കെബെദ് എന്ന പേർ. അവൾ ഈജിപ്റ്റിൽ വെച്ച് ലേവിക്ക് ജനിച്ച മകൾ. അവൾ അമ്രാമിന് അഹരോനെയും മോശെയെയും അവരുടെ സഹോദരിയായ മിര്യാമിനെയും പ്രസവിച്ചു. അഹരോന് നാദാബ്, അബീഹു, എലെയാസാർ, ഈഥാമാർ എന്നിവർ ജനിച്ചു. എന്നാൽ നാദാബും അബീഹൂവും യഹോവയുടെ സന്നിധിയിൽ അന്യാഗ്നി കത്തിച്ചതിനാൽ മരിച്ചുപോയി. 1 മാസം പ്രായം മുതൽ മുകളിലേക്ക് അവരിൽ എണ്ണപ്പെട്ട പുരുഷന്മാർ ആകെ 23,000 പേർ. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അവർക്ക് അവകാശം കൊടുക്കായ്കകൊണ്ട് അവരെ ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിൽ എണ്ണിയില്ല. യെരിഹോവിന്റെ സമീപത്ത് യോർദ്ദാനരികെ മോവാബ് സമഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ മോശെയും പുരോഹിതനായ എലെയാസാരും എണ്ണിയവർ ഇവർ തന്നെ. എന്നാൽ മോശെയും അഹരോൻ പുരോഹിതനും സീനായി മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ എണ്ണത്തിൽ ഉൾപ്പെട്ട ആരും ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അവർ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോകും എന്ന് യഹോവ അവരെക്കുറിച്ച് അരുളിച്ചെയ്തിരുന്നു. യെഫുന്നെയുടെ മകൻ കാലേബും നൂന്റെ മകൻ യോശുവയും ഒഴികെ അവരിൽ ഒരുത്തനും ശേഷിച്ചില്ല.